വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് കെയിമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എല്ലാ ക്വസ്റ്റ്യനും അറിയാമല്ലോ, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ ശ്രമിക്കുക, ചെയ്ത് പഠിക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1. Integral 1 to 2 e raised to x square dx. A. Find integral e to e raised to 4 root of log x dx. ഇതാണ് ക്വസ്റ്റ്യൻ. റൂട്ട് ഓഫ് ലോഗ് എക്സ്, നമുക്ക് ലോഗ് എക്സിന് ടി സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ അറിയാമല്ലോ, ബേസ് എപ്പോഴും എന്തായിരിക്കും? ലോഗ് എക്സ് ടു ദ ബേസ് ഇ. ലോഗ് എക്സിന് തരുള്ളൂ, ഇവിടെ ബേസ് ഇ ആയിട്ട് എടുത്തോളൂ. എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സ് ഇ ആകുമ്പോൾ ഇ റേസ് ടു 1 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്താ 1. അപ്പോൾ ഇ റേസ് ടു ടി സ്ക്വയർ, ഇവിടെ എക്സ് ലോവർ ലിമിറ്റ് ഇ, എക്സ് ഇസ് ഈക്വൽ ടു ഇ. ഇ മീൻസ് ഇ റേസ് ടു 1, ടി സ്ക്വയർ 1 ആകുമ്പോൾ ടി എന്താവും 1. എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 4, ഇ റേസ് ടു 4 ഇ റേസ് ടു ടി സ്ക്വയർ, ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, ടി ഈസ് ഈക്വൽ ടു 2. Integral becomes e raised to e to e raised to 4 എങ്ങനെ മാറും? 1 to 2. Root of log x, that is root of t square t dx, e raised to t square into derivative of t square 2t dt. നമുക്കിത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ എന്നോട് പറയാം. അത് ലിമിറ്റ് മാറ്റി ഇവിടെ റൂട്ട് ഓഫ് ലോഗ് എക്സ് എന്തായി? ടി ആയി. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെ വരും. ഇ റേസ് ടു ടി സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ 2t, ചെയിൻ റൂൾ. ഇതിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സെക്കൻഡായിട്ട് എടുക്കുക, ഇത് ഫസ്റ്റായിട്ട് എടുക്കുക. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാലോ, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടി സ്ക്വയർ ഇൻറ്റു 2t dt മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ടി 1. ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി സ്ക്വയർ 2t dt. നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് കൊടുക്കും? ടി സ്ക്വയറിന് യു കൊടുക്കും. 2t dt എന്താവും? ഡി യു ആയിട്ട് മാറും. ഇ റേസ് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു യു. എം സി ക്യു ആയതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റെപ്പ് എഴുതുന്നില്ല. ടി ഇൻറ്റു ഇ റേസ് ടു ടി സ്ക്വയർ വിതിൻ ദ ലിമിറ്റ് 1 to 2 മൈനസ് ഇൻ്റഗ്രൽ 1 to 2 ഇ റേസ് ടു ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു ടി സ്ക്വയർ. ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, വേരിയബിളിന് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ? ഇൻ്റഗ്രൽ 1 to 2 ടി ഡി ടി ആയാലും ഇൻ്റഗ്രൽ 1 to 2 യു ഡി യു ആയാലും ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഡി എക്സ് ആയിരുന്നാലും സെയിം ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനേ ഉള്ളൂ വേരിയബിൾ ഇമ്പോർട്ടൻസ് അല്ലാത്തത്. ഇൻഡെഫിനിറ്റിന് വേരിയബിൾ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ 1 to 2 ഇ റേസ് ടു ടി സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? 1 to 2 a. Here 2 e raised to 2 t square 4, 2 e raised to 4 1 into e raised to 1 minus this is equal to a. 2 e raised integral 1 to 2 e raised to x square dx ആണ് a.
ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് വേരിയബിൾ ഇമ്പോർട്ടൻസ് അല്ലാത്തത് കൊണ്ടാണ് ഇൻ്റഗ്രൽ 1 to 2 e raised to t square dt എന്താ a തന്നെയാണ്. Question number 2. G of x is the inverse of fx. F dash x 1 by 1 plus x cube. Find g dash x. Gx is the inverse of fx. F inverse x, that is equal to g of x. F inverse right side എടുക്കുകയാണെങ്കിൽ x is equal to f of g of x. Differentiating with respect to x on both sides, we get 1 is equal to f dashed gx into chain rule, derivative of gx, that is g dash x. G dash x is equal to 1 by f dashed g of x. Here f dash x is equal to 1 by 1 plus x cube. നമുക്ക് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിട്ടിയത്? ജി എക്സ്. റീപ്ലേസ് എക്സ് ബൈ ജി എക്സ്. 1 divided by 1 by this 1 divided by f dashed gx 1 by 1 plus g of x the whole cube. 1 by 1. 1 by this, that is 1 plus g of x the whole cube. One plus next question. Question number 3. If f of x plus 1 minus 2x minus 1, that is equal to 2x, x element n. Capital N means set of natural numbers, comma, find f of 2. നമുക്കിവിടെ ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സിന് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? എഫ് ഓഫ് 1 plus 1 2, 2 minus 1 1. റൈറ്റ് സൈഡിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 2. Question number 4. If z plus mod z is equal to 8 plus 12i, find mod z square. Mod z square എന്താ? Mod z into mod z, that is mod z the whole square. That is z is equal to x plus iy. X plus iy plus mod z root of x square plus y square. Equating real and imaginary part. Here x is equal, x plus root of x square plus y square, that is equal to 8. Imaginary part y 12. We can substitute here. X plus root of x square plus 144, that is equal to 8. Root of x square plus 144 is equal to 8 minus x. Squaring on both sides, a minus b the whole square. X square cancel,
So x is equal to minus 5. So z is equal to 512 minus 5 plus 12y. Mod z square is equal to mod z the whole square. So mod z square is equal to 169. Question number 5. Find the value of root 3 by sin 15 degree 1 by cos 15 degree. നമുക്ക് ഇവിടെ LCM എടുക്കാം. This into this. Sin 15 cos 15 cross multiplication root 3 cos 15 minus sin 15. Root 3 by 2 cos 15 degree 1 by 2 sin 15 degree by 2 sin 15 degree cos 15 degree. നമുക്കറിയാം ഇവിടെ ഹാഫ് ഉണ്ട്. ആ ഹാഫ് ഇവിടെ വരും, ഡിനോമിനേറ്റർ വരും അല്ലേ. ഇവിടെയും നമ്മൾ ഒരു 2 എഴുതി. ഇപ്പം മൊത്തം എത്ര എഴുതി നമ്മൾ? ഡിനോമിനേറ്ററിൽ 1/4 വരും അല്ലേ ടോട്ടലായിട്ട്. ഈ 1/4നെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 4. നമ്മളിവിടെ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? root 3 by 2 എന്നുള്ളത് നമുക്ക് sin 60 എന്ന് എഴുതാം. 1/2നെ cos 60 എന്ന് എഴുതാം. sin A cos B മൈനസ് cos A sin B, sin A മൈനസ് B, ആ ഒരു ഫോം കിട്ടാൻ വേണ്ടിയാണ്. 2 sin A cos A sin 2A. ഇവിടെ 2 sin A cos A sin 2A അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ 2 കൊടുത്തത്. ഇത് നമ്മൾ 2 എക്സ്ട്രാ എഴുതിയതാണ്. 1/2 ഡിനോമിനേറ്റർ 1/4 എക്സ്ട്രാ എഴുതിയതിനെ ക്യാൻസൽ ചെയ്യാനാണ് 4 എഴുതിയത്. sin 60 cos 15 degree cos 60 sin 15 degree whole divided by 2 sin A cos A എന്താ? sin 2A into 4. sin A cos B minus cos A sin B എന്താ? sin A minus B. 60 minus 50 45. sin 45 1/√2 divided by 1/2 means into 2. 2 root 2 cancel. That is 4√2. f of x plus y. f of x plus f of y. f of 1 5. Find f of 100. f of 2 നമുക്ക് എന്ത് വരും നോക്കാം. ഈ 2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 1 + 1. f of 1 plus f of 1. 5 + 5 നമുക്കതിനെ 2 × 5 എന്ന് എഴുതാം. f of 3 2 + 1. f of 2 എന്താ? 10. f of 1 5 15. ഇനി നമുക്ക് എന്ത് എഴുതാം? 3 × 5. നമുക്ക് ഈ 5 ആയിട്ട് കണക്ട് ചെയ്ത് 5 എന്ന് പറയുന്നത് എന്താ? f of 1. ഇവിടെ f of 2 വന്നപ്പോൾ 2 × f of 1 വന്നു. f of 3 വന്നപ്പോൾ 3 × f of 1. Therefore f of 100
that is equal to 100 into 5. 500. ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ ഓരോ ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് സൈൻ 765 ഡിഗ്രി. ഇപ്പോൾ സൈനോ കോസോ ടാനോ എന്തായിരുന്നാലും ഇതുപോലെ വലിയ ആംഗിളാണ് വരുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ 360 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് നമുക്കങ്ങ് മാറ്റാം. ഇപ്പോൾ 360 ഇൻറ്റു 2 നമുക്കറിയാം എത്രയാണ് 720. ഇത് എബോവ് 720 ആണ് അല്ലേ. നമുക്ക് 720 നമുക്കങ്ങ് മാറ്റാം. നമുക്കിതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 720 പ്ലസ് സൈൻ 765 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം? 720 പ്ലസ് 45. ഓരോ റൊട്ടേഷനും കഴിയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ എന്തായി ഒരു റൊട്ടേഷൻ 360 ഡിഗ്രി കവർ ചെയ്തു. വീണ്ടും നമുക്കിത് കറങ്ങി ഇവിടെ വരുമ്പോൾ എന്താവും 720 ആവും. അപ്പോൾ അതും മാറ്റാം. അങ്ങനെ 360യുടെ മൾട്ടിപ്പിൾസ് എല്ലാം നമുക്കങ്ങ് മാറ്റിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ 720 പ്ലസ് 45 സൈൻ 45. സൈൻ 45ൻ്റെ വാല്യൂ എന്താ? 1/√2. Question number 8. Cos inverse cos 7π/6. നമുക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്താ? 0 to π ആണ് അല്ലേ. സൈൻ ഇൻവേഴ്സ് 6 ആണെങ്കിൽ -π/2 to -π/2 to π/2 ആണ് റേഞ്ച് വരുന്നത്. കോസ് ഇൻവേഴ്സിൻ്റെ ആണെങ്കിൽ റേഞ്ച് വരുന്നത് ഡൊമൈൻ അല്ല റേഞ്ച് 0π. കോസ് ഇൻവേഴ്സ് 6 ആയാലും സൈൻ ഇൻവേഴ്സ് ആയാലും ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് കൊടുക്കുന്ന വാല്യൂ -1 to 1. പക്ഷേ കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. ഇവിടെ 7π/6 180/6 എത്ര? 30. ഇത് എബോവ് 180 ആയി പോവും അല്ലേ. അപ്പം നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. cos 2π minus 7π/6 അല്ല കേട്ടോ, തെറ്റിപ്പോയി. 5 ആണ്. നോക്കാം. 7 × 180/5. എന്നാൽ ഇതും എബോവ് എത്ര വരും? 180 വരും. 252 എബോവ് 180 വരും. 5 × 2 10 10 - 3. cos 360 മൈനസ് തീറ്റ എന്താ? cos തീറ്റ. നമുക്കിവിടെ cos ഇൻവേഴ്സ് cos 3π/5 ഇത് ആ ബ്രാഞ്ചിനകത്ത് വരുന്നതാണ്. 3π/5 0 to 180 3π/5. Question number 9. Sixth term of a GP is 2. Find the product of first 11 terms. Sixth term the AR⁵5 AR⁻n−1 nth term അല്ലേ. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 11 terms A × AR × AR² × എക്സെട്ര AR⁻11. A ഇവിടെ എത്ര വരും? 11 times. R⁻1 + 2 + 3 + എക്സെട്ര 11. 1 + 2 + 3 + എക്സെട്ര 11. സം ഓഫ് ഫസ്റ്റ് n natural numbers n ×
n plus 1, sorry, first 11 terms ആണ് 10. a 11 times വരും 1 plus 10. Sum of first 10 natural numbers എന്താണ് 10 into 11 n into n plus 1 divided by 2. a 11 times r 1 plus 2 plus 3 r raised to 1 plus 2 plus 3 plus etc. 10. Sum of first n natural numbers n into n plus 1 divided by 2. 55. a raised to 11 r raised to 55. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം a r raised to 5 the whole raised to 11. a b the whole raised to m എന്താ a raised to m into b raised to m. 2 raised to ഓപ്ഷനിൽ ഇങ്ങനെ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല 2 raised to 11. ഇവിടെ 6th ടേം വന്നു ഇതിൻ്റെ ഡബിൾ 12 minus 1 11 ആണ് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ 2 raised to 11. Question number 10. Find the sum of odd integers from 1 to 2001. odd integers ഏതൊക്കെയാണ് 1, 3, 5 etc. എ പിയിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഫോർമുല എന്താ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇങ്ങനെ ഈസി വേയിൽ ചെയ്യാം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് 3 minus 1 2 plus 1 2000 by 2 1000 plus 1. Sum of first n odd natural numbers is n square. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് 1 plus 3 plus 5 plus etc. 2n minus 1. ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഓഡ് ആയിരിക്കണം എങ്കിൽ എൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും n സ്ക്വയർ. ഇവിടെ നമുക്ക് n എത്ര കിട്ടി ആൻസർ ഈസ് 1001 ദ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് വീഡിയോ അടുത്ത 10 ക്വസ്റ്റ്യനായിട്ട് വരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇടണം അല്ലെങ്കിൽ എന്തെങ്കിലും ചാപ്റ്റർ വൈസോ എന്തെങ്കിലും ഇടണം എന്നുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കാം ട്രൈ ചെയ്യാം. ഓക്കെ താങ്ക് യു.